ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC 24 ജനുവരി 2026 നടത്തിയ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിൻ്റെ മാത്സ് ചോദ്യങ്ങളാണ്. സോ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ആദ്യത്തെ ചോദ്യം ലഘൂകരിക്കുക. 36 + 9 × 2/3 - 5². ഇങ്ങനെ വരുന്ന സമയത്ത് ഇത്രയും ഓപ്പറേഷൻസ് ഇതിനകത്ത് നമുക്ക് ചെയ്യാനുണ്ട്. ഇതിനകത്ത് നമ്മൾ ആദ്യം ഏത് ചെയ്യും എന്ന് എങ്ങനെ തീരുമാനിക്കും? അതിനാണ് നമുക്ക് ഈ റൂൾ അറിയേണ്ടത്. ഈ റൂൾ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യം ബോഡ്മാസ് റൂളാണ്. ആദ്യം ബ്രാക്കറ്റിനകത്തുള്ള ഓപ്പറേഷൻസ് ചെയ്യുക, പിന്നെ ഓർഡർ, പിന്നെ ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, ദെൻ അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ. സോ ഈ ഓർഡറിൽ വേണം നമ്മളൊരു ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ക്രമം. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് 36 + 9 × 2/3 - 5². ഇതിനകത്ത് ബ്രാക്കറ്റ് ഉണ്ടോ? ആദ്യം നോക്കേണ്ടത് ബ്രാക്കറ്റ് ഉണ്ടോ എന്നാണ്. ബ്രാക്കറ്റ് ഇല്ല. പിന്നെ ഏതാണ് ചെയ്യേണ്ടത്? ഓർഡറാണ്. ഓർഡർ ഉണ്ടല്ലോ ഇവിടെ. ഏതാണ്? 5². അപ്പം 5² ആണ് ആദ്യം ചെയ്യേണ്ടത്. 9 × 2/3 5² എത്രയാണ് നമുക്കറിയാം? 25 ആണെന്ന് അറിയാമല്ലോ. ഓക്കെ, ഇനി അടുത്ത ഏത് ചെയ്യും? അടുത്തത് അഡീഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, പിന്നെ ഡിവിഷൻ. 2/3 എന്ന ഡിവിഷൻ ഉണ്ട്, -25 എന്നുണ്ട്. സോ ഇതിനകത്ത് ആദ്യം ഏത് ചെയ്യും? അഡീഷനും സബ്ട്രാക്ഷനും ഏറ്റവും അവസാനമാണ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ ചെയ്യേണ്ടത് ഈ മൾട്ടിപ്ലിക്കേഷനാണ്. സോ 36 + 9 × 2/3. 9 × 2 എന്ന് പറഞ്ഞാൽ 18 എന്ന് കിട്ടും. 18/3 എന്ന് പറഞ്ഞാൽ 6 എന്ന് കിട്ടും. സോ 36 + 6 എന്ന് പറഞ്ഞാൽ 42 ആവും, -25. അതായത് നമുക്ക് ആൻസർ 17 എന്ന് കിട്ടും. ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ സി ആണ്, 17. അടുത്ത ചോദ്യം, P Qയേക്കാൾ 5 മടങ്ങ് കൂടുതലാണ്. P Qയേക്കാൾ 5 മടങ്ങ് കൂടുതലാണ്. അതായത് P എന്ന് പറയുന്നത് Qൻ്റെ 5 മടങ്ങാണെങ്കിൽ Pയേക്കാൾ എത്ര ശതമാനം ചെറുതാണ് Q? Q എത്ര ശതമാനമാണ് Pയുടെ? അല്ലേ? നമുക്ക് ചുമ്മാ ഒരു വാല്യൂസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ P 100 ആവണമെങ്കിൽ Q എത്ര ആയിരിക്കണം? ഇത് 20 ആയിരിക്കണ്ടേ? 20 × 5 അല്ലേ 100. 20 × 5. നമ്മുടെ ഒരു അസംഷൻ എടുത്താണ്. അസംഷനിൽ P എന്ന് പറയുന്നത് 100ഉം Q എന്ന് പറയുന്നത് 20ഉമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 20 എന്ന് പറയുന്നത് 100ൻ്റെ എത്ര ശതമാനം കുറവാണെന്നാണ് ചോദിച്ചേക്കുന്നത്, അല്ലേ? അത്രേ ചോദിച്ചുള്ളൂ. Q ആയത് 20 എന്ന് പറയുന്നത് 100ൻ്റെ എത്ര ശതമാനം കുറവാണ്. അതായത് നമ്മൾ കമ്പയർ ചെയ്യുന്നത് P ആയിട്ടാണ്. അപ്പം ഡിനോമിനേറ്ററിൽ P വരും, പിന്നെ മുകളിൽ അതിൻ്റെ ഡിഫറൻസും Pയും Qയും തമ്മിലുള്ള ഡിഫറൻസും വരും. അതാണ് അത് എത്ര മാത്രം ചെറുതാണെന്ന് കിട്ടുന്നത്. സോ 100 - 20 എന്ന് വരും. ഇത് പെർസെൻറ്റേജിലേക്കാക്കാൻ × 100. സോ ഇതും ക്യാൻസലായി, ബാക്കി 80 എന്ന് മാത്രം വരും. അതായത് 80%. ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം, A, B എന്നിവ 4:5 എന്ന അനുപാതത്തിലും, അതായത് A:B എന്ന് പറഞ്ഞാൽ 4:5 എന്ന അനുപാതത്തിലും, B:C 20:30 എന്ന അനുപാതത്തിലുമാണെങ്കിൽ A:C ഏത് അനുപാതത്തിലായിരിക്കും? നമുക്കറിയാം ഇതൊരു പ്രോപ്പർ അനുപാതമല്ല. അപ്പോൾ ഇതിന് പ്രോപ്പർ അനുപാതമാക്കാൻ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് വീണ്ടും നമുക്കിതിനെ ചെറുതാക്കാൻ പറ്റും. ഇത് 2:3 എന്ന് എഴുതാം. ഒന്നുകിൽ നമുക്കറിയാം എന്താ, A:B X:Y ആണെങ്കിൽ A/B = X/Y എന്ന് നമുക്കറിയാം. ഒന്നുകിൽ ഈ രീതിയിലെടുത്ത് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് B ഉണ്ട്. അപ്പോൾ ഈ Bയുടെ വാല്യൂ നമുക്ക് സെയിം ആക്കിയാൽ മതി, അല്ലേ? A:B, ഇവിടെ Bയുടെ വാല്യൂ എത്രയാണ്? 5. ഇവിടെ Bയുടെ വാല്യൂ എത്രയാണ്? 2. സോ ഇതിനെയും നമുക്ക് ഈക്വൽ ആക്കണം. അങ്ങനെ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ A:Bയെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, 2 × 4:5 ആയി. ഇതിനെ B:Cയെ ഞാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ Bയുടെ വാല്യൂ, അതായത് ഇവിടെ Bയുടെ വാല്യൂ എത്ര വരും? അപ്പോൾ ഇത് 8 വരും, 10 ആവും. ഇവിടെ ആണെങ്കിൽ 10:15 മാറും, അല്ലേ? നോക്കിയേ, ഇവിടെ Bയുടെ വാല്യൂ 10, ഇവിടെയും Bയുടെ വാല്യൂ 10. അപ്പോൾ നമുക്ക് A:B:C എന്ന് പറയുന്നത് 8:10:15 എന്ന് കിട്ടും. അപ്പോൾ A:C ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. A:C എന്ന് പറയുന്നത്
ഇവിടെ എയുടെ വാല്യൂ 8 ആണ്, സിയുടെ വാല്യൂ 15 ആണ്. സോ നമ്മുടെ ആൻസർ വരിക 8:15. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, രാമു 36 സെക്കൻഡിൽ 400 മീറ്റർ ഓടുന്നു. അവൻ്റെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ്? സോ നമുക്ക് തന്നിരിക്കുന്നത് വേഗതയുടെ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. വേഗത = ദൂരം ബൈ സമയം. ദൂരം എത്രയാണ്? 400 ആണ്. സമയം 36, അതായത് 400 മീറ്റർ 36 സെക്കൻഡ്. അതായത് തന്നിരിക്കുന്നത് മീറ്റർ പെർ സെക്കൻഡിലാണ്. അതായത് മീറ്റർ പെർ സെക്കൻഡിനെ നമുക്ക് കിലോമീറ്റർ പെർ മണിക്കൂറാക്കി മാറ്റണം. അങ്ങനെ എന്ത് ചെയ്യണം പറയൂ? 1 കിലോമീറ്റർ പെർ അവർ എന്ന് വെച്ചാൽ 1 കിലോമീറ്റർ പെർ അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മീറ്റർ പെർ സെക്കൻഡാണ്? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 1 കിലോമീറ്റർ. അപ്പോൾ ന്യൂമറേറ്റർ നോക്കിക്കേ, 1 കിലോമീറ്റർ എന്ന് വെച്ചാൽ എത്ര മീറ്റർ ആണ്? 1000 മീറ്റർ. ഓക്കെ. 1 അവർ എന്ന് വെച്ചാൽ എത്ര സെക്കൻഡാണ്? 1 അവർ എന്ന് വെച്ചാൽ 60 മിനിറ്റ് ആണ്. 60 മിനിറ്റ് എന്ന് വെച്ചാൽ 1 മിനിറ്റ് എന്ന് വെച്ചാൽ 60 സെക്കൻഡാണ്. അപ്പോൾ നമുക്ക് ടോട്ടലി 60 × 60 സെക്കൻഡ് എന്ന് കിട്ടും. സോ ഇത് വരിക 1000 ഡിവൈഡ് ബൈ 60 × 60 മീറ്റർ പെർ സെക്കൻഡാണ്. 2 0 പോയി. ഇവിടെ 5 വരും, 3 വരും. സോ 5/18 മീറ്റർ പെർ സെക്കൻഡ്. അതായത് 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് 5/18 മീറ്റർ പെർ സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ 1 മീറ്റർ പെർ സെക്കൻഡ് എത്രയാണ്? എത്ര കിലോമീറ്റർ പെർ അവറാണ്? അത് 18/5 കിലോമീറ്റർ പെർ അവറാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉള്ളത് 400/36 മീറ്റർ പെർ സെക്കൻഡ്. എത്ര കിലോമീറ്റർ പെർ അവറാണ്? 18/5നെ 400/36 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? 18 2 പ്രാവശ്യം പോയി. ഇത് 10 വരും. സോ ഈ 0 പോയി. നമുക്ക് ആൻസർ വരിക 40 കിലോമീറ്റർ പെർ അവർ. സോ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം ആദ്യം നമ്മൾ കണ്ട ചോദ്യം പോലെ തന്നെ ലഘൂകരിക്കുക എന്നുള്ളതാണ്. സോ ഇത് കുറച്ചുകൂടി നമുക്ക് നോക്കാം. സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. 8⁻²/3 × 27⁻²/3. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും സിമ്പിളായിട്ട്? 8⁻²/3 ഞാൻ 8⁻1/3 × 2 എന്ന് എഴുതി. ഇതിനെ 27⁻1/3 × 2 എന്ന് എഴുതി. കറക്റ്റ് തന്നെയല്ലേ? വലിയ മാറ്റങ്ങളൊന്നുമില്ലല്ലോ. സോ ഇതിനെ ഈ 1/3 1/3 എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ മീനിങ് എന്താണ്? ക്യൂബ് റൂട്ടാണ്. സോ ഫസ്റ്റ് 8ൻ്റെ ക്യൂബ് റൂട്ട് എത്രയാണ്? 2. അതവിടെ വെക്കുക. ബാക്കി സ്ക്വയർ ഉണ്ട്. 27ൻ്റെ ക്യൂബ് റൂട്ട് എത്രയാണ്? 3 ആണ്. ബാക്കി ഒരു സ്ക്വയർ അവിടെയുണ്ട്. സോ ഇത് 4 ആവും, ഇത് 9 ആവും. നമ്മുടെ ആൻസർ 9 × 4 36 ആയിരിക്കും. ഓക്കെ. ഓപ്ഷൻ ബി. അടുത്തത്, തന്നിരിക്കുന്ന അനുപാതത്തിൽ നിന്ന് ചോദ്യചിഹ്നത്തിന് പകരം വരുന്ന സംഖ്യ ഏത് എന്നാണ് ചോദ്യം. സോ 289 20 എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നോ അതുപോലെ 625 വേറൊരു നമ്പറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ? നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. ഈ 289 എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പണ്ടേ പറഞ്ഞതാണ്, നമ്മൾ മിനിമം ഒരു 20 നമ്പേഴ്സിന് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സിൻ്റെങ്കിലും നമ്മൾ സ്ക്വയേഴ്സ് നമുക്ക് മനഃപ്പാടമായിരിക്കണം. അപ്പോൾ നമുക്കിത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇത് 17ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഈ 20 എങ്ങനെ കിട്ടി? എനിക്ക് 17നോട് 3 കൂട്ടിയാൽ മതി. സോ അതുപോലെ 625 എന്ന് പറയുന്നത് 25ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഈ നമ്പർ കിട്ടാൻ എനിക്ക് 25നോട് കൂടി 3 കൂട്ടിയാൽ മതി. അത് 28 എന്ന് കിട്ടും. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്തത്, ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ ഇന്നേക്ക് 65ാം ദിവസം ഏതായിരിക്കും? സോ ഇന്ന് തിങ്കളാഴ്ചയാണേ, തിങ്കൾ, അതായത് 1ാമത്തെ ദിവസം തിങ്കളാണേ. പിന്നെ ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഓക്കെ. അപ്പോൾ 1 2 3 4 5 6 7 ഇങ്ങനെ പോയിട്ട് 65ാമത്തെ ദിവസം ഏതായിരിക്കും എന്നാണ്. നിങ്ങൾ ഈ ഞായറാഴ്ച നോക്കിക്കേ. 7 അടുത്ത ഞായറാഴ്ച ഏത് ദിവസമായിരിക്കും? 14 ആയിരിക്കും. അടുത്ത ഞായറാഴ്ച പറ 21 ആയിരിക്കും. അതായത് 7ൻ്റെ മൾട്ടിപ്പിൾ ആവുന്ന നമ്പേഴ്സൊക്കെ ഞായറാഴ്ച ആയിരിക്കും ഈ കേസിനകത്തെ. സോ
7ൻ്റെ മൾട്ടിപ്പിൾ. അപ്പോൾ 65ാമത്തെ ദിവസമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 7ൻ്റെ തൊട്ടടുത്ത് 7ൻ്റെ മൾട്ടിപ്പിളായിട്ട് 65ൻ്റെ അടുത്ത് വരുന്ന മൾട്ടിപ്പിൾ ഏതാ? 63 അല്ലേ? 9 × 7 അല്ലേ 63? സോ 63 എന്തായിരിക്കും? ഞായറായിരിക്കും. അപ്പോൾ 64 തിങ്കളായിരിക്കും. 65ാമത്തെ ദിവസം ചൊവ്വയായിരിക്കും. സോ ഇവിടെ ആൻസർ വരെ ഓപ്ഷൻ സി ആണ്, ചൊവ്വാഴ്ച. അടുത്തത്, വാച്ചിലെ മണിക്കൂർ സൂചി 7 മണി മുതൽ 10 മണി വരെ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? മണിക്കൂർ സൂചിയാണേ. നമുക്ക് ആദ്യം ഒരു ക്ലോക്ക് വരക്കാം. മെയിൻ ഡയൽസ് നമുക്ക് മാർക്ക് ചെയ്യാം. 12, 3, 6, 9. 7 മണി മുതലാണേ. അപ്പോൾ ഇവിടെ നോക്കാം. ഇവിടെയാണ് 7 വരിക. ഓക്കെ, ഇതാ നമ്മുടെ അവർ ഹാൻഡ് ഇവിടെയുണ്ട്. 7 മണി മുതൽ 10 മണി വരെ. 10 പറയുമ്പോൾ 10 ഇവിടെ വരും, 11 ഇവിടെ വരും, 10. ഓക്കെ, സോ ഇവിടെ വരെ കറങ്ങുമ്പോൾ എത്ര ഡിഗ്രി കറങ്ങി? ഇതാ ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ആംഗിൾ എത്രയാ? ഈ ഒരു ആംഗിൾ 30 ഡിഗ്രിയാണ് നമുക്കറിയാം അല്ലേ? കോണിൻ്റെ നമ്മുടെ ക്ലോക്കിലെ ഓരോ ഡിജിറ്റും 1 മുതൽ 2 വരെയാണെങ്കിലും 2 മുതൽ 3 വരെയാണെങ്കിലും അങ്ങനെ ഏത് അടുത്തടുത്തുള്ള 2 ഡിജിറ്റിൻ്റെയും തമ്മിലുള്ള ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. ഇത് 30 ഡിഗ്രി ആയതുകൊണ്ട് ഇതും 30 ഡിഗ്രിയാണ്, ഇതും 30 ഡിഗ്രിയാണ്. അപ്പോൾ മൊത്തം ആംഗിൾ എത്രയാണ്? 30, 30, 30. അതായത് 90 ഡിഗ്രി. സോ ആൻസർ ഇവിടെ വരിക ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, അടുത്ത സംഖ്യ ഏതെന്നാണ്? സോ 6, 12, 36, 144. സോ 6നോട് 2 ഗുണിച്ചപ്പോൾ എനിക്ക് 12 കിട്ടി. 12നോട് 3 ഗുണിച്ചപ്പോൾ 36 കിട്ടി. 36നോട് 4 ഗുണിച്ചപ്പോൾ 144 കിട്ടി. അടുത്തത് 144 കൊണ്ട് എത്രയായിരിക്കും ഗുണിക്കേണ്ടത് നോക്കിക്കേ. 2, 3, 4, ഇവിടെ 5 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന നമ്പർ ഏതായാലും അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് യൂണിറ്റ് ഡിജിറ്റ് 0 ആയിരിക്കും. എന്തുകൊണ്ടാണ്? 144 ഗുണിക്കണം 5 ചെയ്യുമ്പോൾ അതിനൊരു ബാക്കി 2. പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് ഡിജിറ്റ് 0 കിട്ടിയപ്പോൾ ഓപ്ഷനിൽ യൂണിറ്റ് ഡിജിറ്റ് 0 വരുന്ന ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഏതാണ്? 720. ഇവിടെ ആൻസർ എ ആണ്, 720. നമുക്ക് വേണം ചെയ്ത് നോക്കാം. 22 ബാക്കി 2, 7. 720 തന്നെയല്ലേ? സോ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് പകരം ഓപ്ഷനിൽ നോക്കിയിട്ട് നമുക്ക് വ്യത്യസ്തമായ യൂണിറ്റ് ഡിജിറ്റ്സ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു ഗുണനം കംപ്ലീറ്റ് ആക്കി ചെയ്യേണ്ടി വരില്ല കേട്ടോ. അങ്ങനെയാണ് നമ്മൾ കണക്കിൽ സമയം സേവ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ വേറിട്ടത് ഏത്? ഇതും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്ക്വയർ പഠിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ് ആദ്യത്തെ കുറച്ച് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്യൂബ് പഠിക്കുന്നതും. സോ 125 എന്ന് പറയുന്നത് 5ൻ്റെ ക്യൂബാണ്. 343 എന്ന് പറയുന്നത് 7 ക്യൂബാണ്. 729 എന്ന് പറയുന്നത് 9 ക്യൂബാണ്. സോ ഇതൊരു നമ്പറിൻ്റെയും ക്യൂബ് അല്ല. സോ നമുക്കിവിടെ വ്യത്യസ്തമായിട്ട് വേറിട്ട് നിൽക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 1, 2, 3. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്.